പച്ചത്തടിയില് പ്രത്യേകത എന്നാൽ പുത്തൻവെള്ളം ആകുമ്പോൾ അങ്ങനെ ജയിക്കാറില്ല. ഞങ്ങളുടെ ഇതിനെല്ലാം ഭയങ്കര പാടാ. ഞങ്ങളുടെ വിജയത്തിന് ഞങ്ങളുടെ ചാക്കോ സാർ, ഞങ്ങളുടെ കോച്ച് ആദ്യമായിട്ട് അടിക്കുന്ന ടീം ആരോമ ഈ ട്രോഫി കരസ്ഥമാക്കാൻ പറ്റിയത് ചാക്കോ സാറിന്റെ കഴിവുകൊണ്ടാണ് മാത്രം. കപ്പുമായിട്ട് തന്നെയാണ്. അതെ, കപ്പുമായിട്ട് തന്നെയുള്ളത്. അത് തന്നെയാണ് വളരെയധികം സന്തോഷത്തോടു കൂടി 40 ദിവസം കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് ദൈവം ഞങ്ങൾക്ക് വന്ന്. 40 ദിവസം അത് ഞങ്ങൾ ചാക്കോ സാർ നാളെ വെച്ചു കൊടുക്കുക കപ്പ്. അത് തന്നെയാണ് വളരെയധികം സന്തോഷത്തോടു കൂടി ഇവിടെ എല്ലാവരും നിൽക്കുകയാണ്. അത് തന്നെയാണ് എല്ലാവരും വലിയ വൈകാരികമായി തന്നെയാണ് ഈ ഒരു സന്തോഷം പങ്കുവെക്കുന്നത്. ആ സന്തോഷം അണപൊട്ടി ഒഴുകുന്നു. അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും. അരോമയുടെ ചുണക്കുട്ടികൾ, അരോമയുടെ തുഴച്ചിൽക്കാർ തന്നെയാണ് എല്ലാവരും അങ്ങനെ ഒത്തൊരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ആവേശത്തോടു കൂടി ആ ഒരു ആവേശം പങ്കുവെച്ചുകൊണ്ട്, സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അഭിമാനത്തോടു കൂടി അവർ ആർപ്പോ വിളികൾ മുഴക്കിക്കൊണ്ട് ഇവിടെ നിന്നും ആ നെഹ്റു ട്രോഫി മടിച്ചു കൊണ്ടുപോകുകയാണ്. ആര് തൂക്കി എന്ന് ചോദിച്ചാൽ ഇത്തവണ അരോമ തൂക്കി. അത് തന്നെയാണ്, അരോമ തൂക്കിയിരിക്കുന്നു. ആ കപ്പ് അരോമ തൂക്കിയിരിക്കുന്നു. ഇതിലൊരു മാറ്റമില്ല. കാരണം അവർ പ്രതീക്ഷിച്ചതാണ്. ആദ്യമായി പച്ചത്തടിയിലേക്ക് കായലിലേക്ക് ഇറങ്ങുമ്പോൾ, ആദ്യമായി നീറ്റിലിറങ്ങുന്ന വള്ളത്തിൽ വളരെയധികം പ്രതീക്ഷയർപ്പിച്ചിറങ്ങുമ്പോൾ അവർ പറയുന്നത് മറ്റൊന്നുമല്ല, മറ്റൊരു സംസ്ഥാനത്തുള്ളവരും ഒരു പ്രൊഫഷണൽസും ഉണ്ടായിരുന്നില്ല, അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ പരിശീലിച്ചതിനൊടുവിൽ അവർ വിജയം കൈവരിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇവരുടെയൊക്കെ ടീമിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ഇവരെ നയിച്ചവരുണ്ട്. എന്തായാലും ഒരുപാട് പച്ചത്തടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാറുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെ കളിയാക്കി ഓരോ ഗ്രൂപ്പുകൾ, തൊടത്താളം പോലുള്ള ഗ്രൂപ്പുകളിൽ ഞങ്ങളെ ഇഷ്ടപ്പെടാത്തവർ, എതിർക്കുന്നവർ ഞങ്ങളെ കളിയായിക്കൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ കൈ ഫോണുണ്ടായിരുന്നു, ഞാൻ കണ്ടോണ്ടിരിക്കുക. ഹീപ്സിന് മുമ്പ് ആരോമ എന്നൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റിട്ടാണ് ഞങ്ങൾ കളിച്ചത്. ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഫൈനൽ വരുമ്പോൾ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന്. ഞങ്ങളതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിജയം ദൈവം ഞങ്ങൾക്ക് തന്നു, അത്രേ ഉള്ളൂ. തീർച്ചയായും ആ ഒരു വിജയ പ്രതീക്ഷ ആദ്യമായി അവരിൽ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ അവസാനിക്കുന്നത് വരെ, അതായത് ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വള്ളം പാഞ്ഞു കയറുന്നത് വരെ ആ പ്രതീക്ഷ തന്നെയാണ് അവരെ മുന്നോട്ട് നയിച്ചത്. ആ പ്രതീക്ഷയും ആ കൈക്കരുത്തും ആ മനഃശക്തിയും കൊണ്ട് തന്നെയാണ് അരോമയിലെ ചുണക്കുട്ടികൾ ഇന്ന് കപ്പ് നേടിയിരിക്കുന്നത്. ആ സന്തോഷം അവർ ഓരോരുത്തരോടും പങ്കുവയ്ക്കുകയാണ്. എന്തായാലും പ്രായഭേദമന്യേ നിങ്ങളെല്ലാവരും ഒരേ മനസ്സോടുകൂടി തുടങ്ങി. അതെ, എല്ലാം ചെറുപ്പക്കാർ പിള്ളേർ, 30 വയസ്സ് താഴെയുള്ള പിള്ളേരാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എല്ലാവരും നല്ല രീതിയിൽ പ്രായമുള്ളവരോ തുഴച്ചിക്കാരില്ല. ഞങ്ങളെപ്പോലുള്ള ഇടിയനും നാളക്കാരും ഒക്കെ ഉള്ളൂ പ്രായമുള്ളവർ. അങ്ങനെ എല്ലാവരും ഒത്തുചേർന്ന് ആ മനഃശക്തിയോടുകൂടി കപ്പടിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ സന്തോഷം അടക്കി വയ്ക്കാൻ പറ്റുന്നില്ല. അതുപോലെ കഷ്ടപ്പെട്ട് അങ്ങനെ തന്നെയാണ്. അത്രയധികം കഷ്ടപ്പാട് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു. ആ ഒരു ആത്മാഭിമാനം അവരിങ്ങനെ പങ്കുവെക്കുകയാണ്. കാരണം വെറുതെ കിട്ടിയതല്ല. അതായത് നെഹ്റു ട്രോഫി കപ്പടിക്കണമെങ്കിൽ വെറുതെ തുഴഞ്ഞാൽ പോരാ, അത്രയധികം ശക്തിയിൽ തന്നെ ആ കായൽ പരപ്പുകളിലെ ആ തുഴയെറിഞ്ഞുകൊണ്ട് വരണം. അത് തന്നെയാണ് അരോമ ഇന്ന് നേടിയിരിക്കുന്നത്. ഫിനിഷിംഗ് പോയിന്റിലേക്ക് നോക്കുമ്പോൾ അത് റീപ്ലേ ചെയ്ത് വീണ്ടും കണ്ടുകൊണ്ട് മാത്രമേ ആരാണ് വിജയിച്ചതെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അത്രയധികം കടുത്ത മത്സരമായിരുന്നു ഫൈനലിൽ. ആ ഫൈനലിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്, കാണികളുടെ കാത്തിരിപ്പിനൊടുവിൽ തന്നെയാണ് ആ ഒരൊറ്റ പേര് വന്നത്. ആ ഒരൊറ്റ പേര് തീർച്ചയായിട്ടും നല്ലൊരു കളിയായിരുന്നു ഈ വർഷത്തെ. ഞാൻ പങ്കെടുക്കാരൻ. എന്തായാലും ഈ വർഷത്തെ ട്രോഫി നേടുമെന്ന് ഉറച്ചു തന്നെയാണ് ഞങ്ങൾ മത്സരത്തിൽ ഇറങ്ങിയത്. ഈ വർഷത്തെ രണ്ടാമത്തെ കളിയാണ് ഇപ്പോൾ ജയിക്കുന്നത്. ചമ്പക്കുളം മൂലം ട്രോഫി ജയിച്ചു. അതിനുശേഷം നെഹ്റു ട്രോഫി 2024 ഞങ്ങളിവിടെ പോലീസുകാരെ തല്ലുകൊണ്ട ആൾക്കാരാ. 25 കളികൾ ജയിച്ച് ഈ വർഷം ഞങ്ങൾ ഒരുപാട് അധ്വാനിച്ച് ദൈവം ഞങ്ങളുണ്ടായിരുന്നു. മലയാളികൾ മാത്രം, നമുക്ക് 10-40 പ്രൊഫഷൻസ് ഒന്നുമില്ല. ഞങ്ങൾക്ക് നല്ലൊരു അവസരം കിട്ടി, ഞങ്ങൾ വിനിയോഗിച്ചു. എല്ലാം ദൈവം തമ്മിലാണ് ഇഷ്ടം. കുട്ടനാട്ടുകാരൻ്റെ മലയാളി ആലപ്പുഴക്കാരുടെ അരുൺകുമാർ വള്ളംകളിയിൽ ഒന്നാം തുഴക്കാരന് ഏറെ പ്രാധാന്യമുണ്ട്. എന്തായാലും ഈ ഒന്നാം തുഴ എന്ന് പറയുന്നത് ഇത്രയും പേരുടെ പ്രതീക്ഷ കൂടെയാണ്. അതായത് ഒന്നാം തുഴ നമുക്കൊന്ന് പിഴച്ചു കഴിഞ്ഞാൽ
മുഴുവൻ പിഴയ്ക്കുന്നതാണ്. എന്നാൽ ആ ഒരു പിഴവ് പോലും പറ്റാതെ നിങ്ങൾ മുന്നിലേക്ക് നയിച്ചത്. അതെ അതെ, ഞങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്തു, അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടി, ഇത്രയേ ഉള്ളൂ. അതുതന്നെയാണ്. എന്തായാലും അതിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. പരിശീലനം, കടുത്ത പരിശീലനം തന്നെയാണ് ഇവരെ ഈ വിജയത്തിലേക്ക് നയിച്ചത്. ആ ഒരു സന്തോഷം തന്നെയാണ് ഇവിടെ എവിടെയും കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അരോമയുടെ ചുണക്കുട്ടികൾ ഈ ഒരു കപ്പ്, അതായത് നെഹ്റു കപ്പ്, ഈ ഒരു ട്രോഫി അടിക്കുന്നത് ആദ്യമായി അങ്ങനെ അവർ ആദ്യമായി അരോമയുടെ വെള്ളത്തിൽ ആ പച്ചത്തടി എന്ന് പറഞ്ഞ് കളിയാക്കവരുടെ മുന്നിലേക്ക് അവരങ്ങനെ വിജയിച്ചു കയറി എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ശക്തരായിട്ടുള്ള തുഴച്ചിൽക്കാർ, അത് തന്നെയാണ് അരോമയുടെ ചുണക്കുട്ടികൾ. ആ കാണുന്ന കാഴ്ച മറ്റൊന്നുമല്ല, അത്രയധികം ദിവസം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ആ പരിശീലനത്തിൻ്റെ കൈപ്പേറിയ ദിനങ്ങളിൽ നിന്ന് അതൊക്കെ മധുരമാക്കി മാറ്റിക്കൊണ്ട് ഇന്ന് വിജയത്തിൻ്റെ മധുരം നുകർന്ന അരോമ, ആ കാഴ്ചയാണ് ഇന്ന് കാണികൾ കാണുന്നത്. സന്തോഷത്തോടെ അവരിവിടെ നിന്ന് മടങ്ങും. എന്തായാലും ഇവിടെ ഞങ്ങളെ കളിയാക്കിയവര് അവരുടെ മറുപടി അഹങ്കരിക്കും. വേൾഡ് കപ്പ് കിട്ടി, ഞങ്ങൾക്ക് ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ശത്രുക്കളില്ല. വള്ളംകളി മാത്രം ശത്രുക്കൾ, വള്ളത്തെ മാത്രമുള്ള ശത്രുക്കൾ. വള്ളത്തെ ഇറങ്ങി ഞങ്ങളെ കൂട്ടുകാരാ, അപ്പുറം ഇപ്പുറം എല്ലാം ഞങ്ങളെ കൂട്ടുകാരാ. പക്ഷെ വള്ളംകളി വള്ളത്തെ ശത്രുക്കളാ. വള്ളംകളി കഴിഞ്ഞു, ശത്രുത മാറി. അതായത് ഈ ഓളപ്പരപ്പിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള പോരാട്ടമാണ് അത്. പിന്നെ കരയിലേക്ക് കയറി കഴിഞ്ഞാൽ ആ പോരാട്ടമില്ല. പക്ഷേ ഓളപ്പരപ്പിൽ ഒട്ടും വിട്ടുകൊടുക്കില്ല, പോരാട്ടം തന്നെയാണ്. ആ പോരാട്ടത്തിനൊടുവിൽ ആ വിജയക്കപ്പ് നേടി അവരങ്ങനെ സന്തോഷിക്കുകയാണ്. ആ സന്തോഷം ഇന്ന് തുടക്കമിട്ടിട്ടുണ്ടെങ്കിൽ ഇനി അത് നിലനിർത്തുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരോരോരുത്തരും നമ്മളോട് വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. എന്തായാലും വളരെ വൈകാരികമായ പ്രതികരണങ്ങളായിരുന്നു. ഒരുപാട് പേർ കളിയാക്കി, ഒരുപാട് പേർ പറഞ്ഞു നിങ്ങൾക്ക് കപ്പ് കിട്ടില്ല എന്ന്. ചാക്കോ സാർ, ഇതാണ് ഇതിന്റെ സക്സസ്. ഇതിന്റെ വിജയത്തിന്റെ പുറകില് ചാക്കോ സാറാണ്. നിങ്ങൾ നിൽക്കുന്നത് ഈ മനുഷ്യൻ ഒറ്റ പേരില്ല, ചാക്കോ സാറിനോട് ജയിക്കും. CBL അടിക്കും, CBL അടിച്ചിരിക്കും. തീർച്ചയായും CBL അടിക്കുമെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഓരോരുത്തരും അങ്ങനെ ആ സന്തോഷം പങ്കുവെക്കുന്നത്. ഇന്നെന്തായാലും പുന്നമടയുടെ കരയിൽ ഇങ്ങനെ ആഘോഷമാണ്. ആഘോഷം മറ്റാരുടെയുമല്ല, അരോമയുടെ ആഘോഷം. അത് തന്നെയാണ് അരോമ. ആ പേര് തന്നെയാണ് ഇന്ന് മുഴുവനായും മുഴങ്ങിക്കേൾക്കുന്നത്. അവരുടെ പങ്കായങ്ങളിങ്ങനെ ഉയർന്നു കഴിഞ്ഞു. ആ തുഴ എറിഞ്ഞുകൊണ്ട് കാസർഗോഡ് വിജയിച്ച് പ്രതീക്ഷ വന്നത് കിട്ടി. ഒരു കാര്യം പറയട്ടെ, കുട്ടനാട്ടിലെ പിള്ളേർ അത്രയും ചങ്കറപ്പ് ഒരു പ്രൊഫഷനിലും ഇല്ല, ഒരു പുറത്തുനിന്ന് വന്നതിനില്ല. അതിന്റെ തെളിവാണ് ഇവിടെ അടിച്ചു കാണിച്ചത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പിള്ളേരാണ്. തീർച്ചയായും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അങ്ങനെ ആരും വേണ്ട, ഞങ്ങൾക്കറിയാമെന്നുള്ളത് തന്നെയാണ് അരോമയുടെ തുഴക്കാർ ഓരോരുത്തരും പറയുന്നത്. കാരണം പ്രൊഫഷണൽസ് ഇല്ല, അതായത് 25% പേരെ പ്രൊഫഷണൽസിനെ ഉപയോഗിക്കാമെന്നുള്ളതാണ് നിയമം. അത്രയും പേരെ മറ്റുള്ളവർ ഉപയോഗിച്ചപ്പോൾ എല്ലാം കേരളത്തിൽ നിന്നുള്ള ഈ സാധാരണ അവർ പച്ചത്തടിയിൽ തള്ളിപ്പറഞ്ഞവർക്ക് മുന്നിൽ പച്ചത്തടിയിലാണ് കപ്പെടുത്തത്. പച്ചത്തടിയിൽ അത് തന്നെയാണ്. അത്രയധികം ആവേശം തന്നെയാണ് ഇവിടെ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ നെഹ്റു പവലിയനിലാണ്. നെഹ്റു പവലിയൻ നിറയെ അരോമയുടെ ആവേശ കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു ഫൈനൽ മത്സരം എന്ന് പറയുമ്പോൾ എല്ലാവരും ആവേശത്തോടു കൂടി കണ്ടിരുന്ന മത്സരമാണ്. അങ്ങനെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് ആ പേരറിയാതെ എല്ലാവരും പരസ്പരം നോക്കി ആരാണ് ഇത്തവണ കപ്പടിച്ചതെന്ന്. പക്ഷേ അതിനൊരു ഉത്തരം അരോമ മാത്രമായിരുന്നു. എന്തായാലും 2026 നെഹ്റു ട്രോഫി വിജയികളായി അരോമയാണ്. അരോമ ചുണ്ടനിലെ തുഴയെറിഞ്ഞ ചുടക്കുട്ടികൾ തന്നെയാണ്. ആ ആവേശം തന്നെയാണ് അവർ ഓരോരുത്തരും പങ്കുവെക്കുന്നത്.